വർഷത്തിലധികം പഴക്കമായിരുന്നു. നമുക്കതിൻ്റെ ഇതിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാനില്ല. 1120 21 ആണ് ഹിജറ വർഷം. 1440 അന്നുള്ള അതിന് അതേമാതിരി തന്നെയാണ്. അതിലൊരിക്കൽ മാത്രമേ അതിൻ്റെ തോൽ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നാമത് ഇപ്പോഴത് ഉപയോഗിക്കാത്തത് അതിന് കലാകാരന്മാരുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന കലാകാരന്മാരില്ല. പിന്നെ ഇപ്പോൾ നേർച്ച നടക്കുന്നുമില്ല. അതുകൊണ്ട് പിന്നെ ബാങ്കുവിളിക്കൊക്കെ ഇപ്പോൾ നൂതന മൈക്ക് സമ്പ്രദായം മറ്റും വന്ന ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പരമ്പരാഗതമായിട്ടുള്ള അതിൻ്റെ ശൈലി നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും നഗാര കുബ്ബയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ബാങ്ക് വിളികൾക്ക് ഓരോ 5 നേരത്തെ ബാങ്ക് വിളികൾക്ക് റംസാൻ മാസത്തിൽ അത് നോമ്പ് തുറക്കുന്നതിന് മുന്നോടിയായിട്ടും നോമ്പ് തുറക്കാൻ സുബഹി നിസ്കാരത്തിന് മുന്നോടിയായിട്ടും ഈ നഗാര അടിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അത് 300 വർഷത്തിൽ നഗാര ശബ്ദം കേട്ടിരുന്നതായി പറയുന്നു. ഹിജറ 1120 കൊണ്ടോട്ടിപ്പള്ളിയിൽ നഗാര സ്ഥാപിക്കുന്നത്. വരെ നഗാര ശബ്ദം കേട്ടിരുന്നതായി പറയുന്നു. ഹിജറ 1120 കൊണ്ടോട്ടിപ്പള്ളിയിൽ നഗാര സ്ഥാപിക്കുന്നത്. രാജാക്കന്മാരുടെ കാലങ്ങളിൽ എഴുന്നള്ളിപ്പും ആഘോഷങ്ങളും ഉത്തരവുകളും അറിയിക്കാനാണ് പെരുമ്പറ മുഴക്കിയിരുന്നത്. മുഗൾ കാലത്ത് 5 നേരം ബാങ്ക് സമയം അറിയിക്കാനായി പെരുമ്പറ ഏർപ്പെടുത്തി. നഗാര എന്ന പേര് അക്കാലത്താണ് ഇന്ത്യയിൽ കേൾക്കുന്നത്. നഹറ എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് നഗാര എന്ന വാക്കുണ്ടായത്. ഇപ്പോഴും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നഗാര മുഴക്കാറുണ്ട്. മൈക്കും ലൗഡ് സ്പീക്കറും ഇല്ലാത്ത കാലത്ത് പള്ളിയുടെ 10 കിലോമീറ്റർ ചുറ്റളവ് വരെ നഗാര ശബ്ദം കേട്ടിരുന്നതായി പറയുന്നു. ഹിജറ 1120 ബാങ്ക് സമയത്തിന് പുറമെ നോമ്പുകാലത്ത് അത്താഴ സമയം അറിയിച്ചിരുന്നതും നഗാര കൊട്ടിയാണ്. ഇപ്പോൾ നഗാര കൊട്ടാൻ അറിയുന്നവർ പോലുമില്ല. എങ്കിലും രാജകീയ പ്രൗഢിയോടെ പഴയകാല ഓർമ്മകളുമായി നഗാര ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ മുഴക്കമുള്ള ഓർമ്മകളുമായി. KT സാലിഹ്,